പൈസീസ് ഞാൻ കാണുന്നത് ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല സർപ്രൈസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പുതിയ തുടക്കമുണ്ട്. ഇപ്പോൾ ഇത് എന്താണ് എക്സാക്ട്ലി എന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പൊ പൈസീസ് എന്താണ് നിങ്ങളുടെ ജൂൺ മാസത്തിന്റെ മെസ്സേജസ് വരണെന്ന് നമ്മൾക്ക് നോക്കാം. ഇത് പൈസീസ് സൺ മൂൺ അസെൻഡന്റ് നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് ഒരു കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. അപ്പോൾ പൈസീസ് എന്താണ് നിങ്ങളുടെ ജൂൺ മാസത്തിൻ്റെ മെസ്സേജ്? കുറേ ഫയർ എനർജീസ് കാണാണ്ട്, ഏരീസ് ലിയോ സാജിറ്റേറിയസ്. ഈ കാർഡ് ഞാൻ ഇങ്ങനെ മറച്ചു വെക്കാം, എന്താ വെച്ചാൽ യൂട്യൂബിൻ്റെ ചില കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇത് ലവേഴ്സ് കാർഡാണ്, ഇത് നിങ്ങളുടെ ഔട്ട്കം ആണ്. ഇത് നമ്മൾക്ക് എൻഡിൽ നോക്കാം. ഓക്കെ, അപ്പോൾ 2 ഓഫ് കപ്സ് ആണ് പൈസീസ് നിങ്ങളുടെ ഓവറോൾ എനർജി ജൂൺ മാസത്തിൻ്റെ. അപ്പോൾ ഇവിടെ ഞാൻ ലവ് എനർജിയാണ് കാണുന്നത്. രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് നല്ല ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്, ഒരു ലവിൻ്റെ എനർജി, ഈക്വൽ ഫീലിങ്സിൻ്റെ എനർജി. അപ്പോൾ എന്താണ് ഈ 2 ഓഫ് കപ്സ് ഇവിടെ കാണുന്നത്? ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ ഇത് കുറേ ഒരു ഇമോഷണൽ കണക്ഷൻ ആണ്. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്, കുറേ ഫീലിങ്സ് ഉണ്ട്. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ ചില ചാലഞ്ചസും ഉണ്ട്. ഇവിടെ ലിയോ എനർജി കാണാണ്ട്, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ലിയോയുടെ കൂടെ ആയിരിക്കും ഡീലി ഉണ്ടാവുക. ഇവിടെ ഞാൻ കാണുന്നത് ചില ബ്ലോക്സ് ഉണ്ടാവാം, ചാലഞ്ചസ് ഉണ്ടാവാം. നിങ്ങൾ അതിനൊക്കെ ഓവർകം ചെയ്യാൻ നോക്കുന്നുണ്ട് ഈ മാസം. പാസ്റ്റിലും ഞാൻ കുറേ ചില ചാലഞ്ചസും ബ്ലോക്സ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പാസ്റ്റിൻ്റെ എന്തോ ഒരു സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്യാൻ തീരുമാനിച്ചു. എന്താ വെച്ചാൽ അത് കുറേ ഒരു ബേർഡൻ ആവാൻ തുടങ്ങി. ഒരു പുതിയ തുടക്കം ആണ് ഞാൻ കാണുന്നത്. സാജിറ്റേറിയസ് എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ കുറേ ഫയർ സൈൻസ് ആണ് കാണുന്നത്, ഏരീസ് ലിയോ സാജിറ്റേറിയസ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇവിടെ ഹീലിംഗ് എനർജി കാണാണ്ട്, ഫ്ലോയിൽ പോണ എനർജി ഉണ്ട്. നിങ്ങൾ എന്തോ വിട്ടിട്ട് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. എന്തോ ഒരു ഇഷ്യൂനെ മറന്നിട്ട് മുമ്പോട്ടേക്ക് പോവാം എന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. അതല്ല ഒരു പേഴ്സണെ വിട്ടിട്ട് മുമ്പോട്ട് പോവാം, അങ്ങനെയും ആവാം. പക്ഷെ ഞാൻ ഈ മാസം ഒരു ഫയർ സൈനിനെ ആദ്യം കാണുന്നുണ്ട്, കിങ് ഓഫ് വാൻസ്. അപ്പോൾ ഈ പേഴ്സണിൻ്റെ കൂടെ സെപ്പറേഷനിലാണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. അതല്ല വെച്ചാൽ ഇവിടെ ഞാൻ അതെ, നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ ശരിയായ സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അവർ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യണത്. എവിടെയോ നിങ്ങൾക്ക് അറിയണ്ടായിരുന്നു ഈ പേഴ്സൺ ചിലപ്പോൾ തിരിച്ചു വരും എന്ന്. പക്ഷെ ഇവിടെ ഞാൻ കോൺഫ്ലിക്റ്റ് ആണ് കാണുന്നത്. ആദ്യം ചില പ്രശ്നങ്ങൾ, ഇഷ്യൂസ്, തേർഡ് പാർട്ടി ഫൈറ്റ്, അതൊക്കെ ഇവിടെ കാണാണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ ആദ്യം ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ് കാണുന്നത്. നിങ്ങൾ ആക്ഷൻ എടുക്കണു, ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകണു, എന്തോ ഒരു പുതിയ ബിഗിനിങ് കാണാണ്ട്. ഇവിടെ ഒരു റിജക്ഷൻ്റെ ഫീലിംഗ് ഉണ്ട്. അപ്പോൾ മേ ബി നിങ്ങളൊരു പേഴ്സണെ വിട്ടിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാനുള്ള പ്ലാൻ ആയിരിക്കാം ഫ്യൂച്ചറിൽ. ഞാനിവിടെ കുറേ ഹാപ്പിനെസ് കാണുന്നുണ്ട്, അബണ്ടൻസ് കാണുന്നുണ്ട്, ക്ലാരിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ തുടക്കം ആരുടെ കൂടെയാണ് നിങ്ങളുടെ ഈ പുതിയ തുടക്കം ഉണ്ടാവുന്നത്? 9 ഓഫ് പെന്റിക്കിൾസ് ആൻഡ് ജഡ്ജ്മെന്റ്. അപ്പോൾ ഞാൻ ഇവിടെ കാണുന്നത് എന്താ വെച്ചാൽ പുതിയ തുടക്കമുണ്ട്, പക്ഷെ അത് ഒരു പുതിയ ജോലിയും ആവാം, ലൈക്ക് ഒരു റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല. എന്താ വെച്ചാൽ ഇവിടെ നിങ്ങളൊരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയിലാണ്. അപ്പോൾ മേ ബി നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനുള്ള എനർജിയിലുണ്ട്. കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഡേറ്റ്സിനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ആരും അങ്ങനെ ഒരു ലോങ് ടേം പാർട്ട്ണറായിട്ടല്ല ഞാൻ കാണുന്നത് ഫ്യൂച്ചറിൽ. പക്ഷെ നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ ഓവറോൾ ഒരു ഹാപ്പി എനർജിയിലാണ്. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ആ സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായി. അതൊക്കെ നിങ്ങൾ വിട്ടിട്ട് മുമ്പോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 6 ഓഫ് വാൻസ് ആണ്. അത് ആദ്യം ഒരു ലിയോ എനർജിയാണ്. കുറേ ഒരു എന്താ പറയുക, നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങളുടെ മുകളിലാണ്. സ്റ്റാർ എനർജി.
ഹീലിംഗ് എനർജീസ് ഉണ്ട് ഇവിടെ 4 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ വേറെ ആൾക്കാരും ഞാൻ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറേ ഓഫേഴ്സ് ഉണ്ട്, കുറേ ആൾക്കാർ നിങ്ങളെ ലൈക്ക് ഡേറ്റിനൊക്കെ ചോദിക്കുന്നുണ്ടാവും. പക്ഷെ എവിടെയോ നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കാത്ത മാതിരി, ലൈക്ക് നിങ്ങൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല ഇങ്ങനത്തെ റിലേഷൻഷിപ്സിൽ. മേ ബി നിങ്ങൾക്ക് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഇപ്പോൾ വേണം എന്നുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് അങ്ങനെ റിലേഷൻഷിപ്പിലല്ല കൂടുതൽ ഫോക്കസ് ചെയ്യണത്. കൂടുതൽ നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ കരിയറും ഹീൽ ചെയ്യാനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണത്. തനിച്ച് യുനോ ഒരു കുറച്ച് സമയം വരെ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാണ്ട് പോവാന്നാണ് നോക്കണത്. ഡെത്ത് എനർജി ഇവിടെ എന്തോ ഒരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ, എന്തോ ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിൻ്റെയും അഡ്വൈസ് എന്താ വെച്ചാൽ വെയിറ്റ് ചെയ്യുക. എന്താ വെച്ചാൽ നിങ്ങൾ റെഡി അല്ല വെച്ചാൽ ആലോചിച്ചിട്ട് മതി, എന്താ വേണ്ടതെന്ന് അറിഞ്ഞിട്ട് മതി. എന്താ വെച്ചാൽ വരണ ഓഫേഴ്സൊക്കെ ചിലപ്പോൾ ഒരു സീരിയസ് ഓഫർ ആയിരിക്കാം, അതല്ല വെച്ചാൽ ചിലതൊക്കെ സീരിയസ് ആയിരിക്കില്ല. യൂണിവേഴ്സ് നിങ്ങളോട് ശരിക്കും നല്ല പോലെ ആലോചിച്ചിട്ട് മതി ചൂസ് ചെയ്യാന്നാണ് പറയണത് ഇവിടെ. നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ എടുക്കേണ്ടത് വെച്ചാൽ അത് നല്ല പോലെ ആലോചിച്ചിട്ട് വേണം മുമ്പോട്ടേക്ക് പോവാം. ഒരു ഇമ്പൾസീവ്നെസ്സിൽ മുമ്പോട്ടേക്ക് പോകാൻ പാടില്ല. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് എന്തോ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. കുറേ സ്റ്റേബിൾ എനർജിയാണ് ഇത്. ബട്ട് അത് ഈ ഓഫേഴ്സിലേക്ക് വരുന്നത് ഏത് ഐറ്റം സ്റ്റേബിൾ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ട് മതി, സമയം എടുത്തിട്ട് മതി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇവിടെ ലവേഴ്സ് എനർജി ഉണ്ട്. ഓക്കെ, ലവേഴ്സ് എന്താ പറയുക, ജെമിനൈ എനർജിയാണ് ഇത്. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടറിൽ ലവേഴ്സാണ് വന്നിരിക്കണേ. നിങ്ങൾക്ക് എന്തോ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ്. ആൻഡ് നിങ്ങൾ കുറേ സ്ട്രെസ്ഡ് ആണ് ഇതിനെക്കുറിച്ച്. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഓൾറെഡി ഒരു പേഴ്സൺ ഉണ്ടായിട്ട് ഒരു പുതിയ പേഴ്സൺ വരണ എനർജി ആവാം. അതല്ല വെച്ചാൽ നിങ്ങൾ പാസ്റ്റിൻ്റെ എനർജി മുഴുവനെ അതിന് ഹീൽ ചെയ്തിട്ടില്ല, അപ്പോഴേക്കും ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ പറയണത് കുറേ ഒരു സ്റ്റേബിൾ പേഴ്സൺ ആണ്. ഓക്കെ, അവർ മുമ്പത്തെ പേഴ്സൻ്റെ മാതിരി അല്ല, കുറച്ചുകൂടിയും ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്, ഒരു മെച്ചോറിറ്റി ഉണ്ട്. അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് വരാൻ പോണത്, ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ആൻഡ് ഈ പേഴ്സൺ ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയിൽ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഔട്ട്കം ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പം നിങ്ങളെ മാച്ച് ചെയ്യണ എനർജിയാണ്. ഈ പേഴ്സണും നിങ്ങളും നിങ്ങളുടെ ജോബിൻ്റെ ത്രൂ ഇല്ല വെച്ചാൽ കരിയറിൻ്റെ ത്രൂ ആണ് മീറ്റ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് രണ്ടാളുടെയും ഇടയ്ക്ക് കമ്പാറ്റബിലിറ്റി ഹൈ ആണ്, കുറേ കാര്യങ്ങൾ സിമിലർ ആണ്. ഓക്കെ, നിങ്ങളെ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ ഒരു സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു ഐഡിയൽ മാച്ച്, ഒരു ഐഡിയൽ പെയർ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട്, ഒരു പുതിയ റിലേഷൻഷിപ്പ് ഉണ്ട്, വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഇത് ഇപ്പോൾ ഉടനെ ഉണ്ടാവാൻ പോണ എനർജിയാണ്. അപ്പോൾ അത്ര സമയം എടുക്കില്ല, ഇത് വേഗം വരാൻ പോണ എനർജിയാണ്. ഇതുവരെ വന്നിട്ടില്ല വെച്ചാൽ അത് ഉടനെ വരും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മെസ്സേജ്? എ ന്യൂ സ്റ്റാർട്ട് ഇസ് കമ്മിങ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്, എസ്പെഷ്യലി ലവ് റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഞാൻ പറഞ്ഞ പോലെ പാസ്റ്റ് പേഴ്സൻ്റെ എനർജി ഒരു ഫയർ സൈൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. വരാൻ പോണ പേഴ്സൻ്റെ എനർജി ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. പക്ഷെ അത് അങ്ങനെ തന്നെ ആവണം എന്നില്ല, ഏതും സൈനിൻ്റെ പേഴ്സൺ ആവാം. എനർജി സ്റ്റേബിൾ എനർജിയാണ്. മുമ്പത്തെ എനർജി മേ ബി അത്ര സ്റ്റേബിൾ ആയിരുന്നില്ല, അതിൽ വേറെ ആൾക്കാരും ഇൻവോൾവ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പൈസീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്ത് യെസ് എന്ന് പറയുക. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു, പേഴ്സണൽ കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക, വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഷെയർ ചെയ്യും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.